ഇതൊരു പുതിയ തുടക്കമാണ്. നമ്മൾ PG മാറി, അപ്പോൾ അവിടെ നിന്ന് ആദ്യമായിട്ട് പോവാണ്. സെക്കൻഡ് ഇയർ ക്ലാസ്സിൽ ആദ്യമായിട്ട് പോവാണ്. അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട്. മൂഡ് കാണുന്നില്ലല്ലോ. സീരിയസ് ആയിട്ട് മിസ് ചെയ്തു. നമ്മളെ ഫാനാ. നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്ത് സെൽഫി. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ ലിയ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ഡേ. ആക്ച്വലി ഇത് ഫസ്റ്റ് ഡേ അല്ല, പക്ഷെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ ആണ്. ഞങ്ങൾ ഇപ്പോഴാണ് വരുന്നത്. ഇതൊരു പുതിയ തുടക്കമാണ്. നമ്മൾ PG മാറി, അപ്പോൾ അവിടെ നിന്ന് ആദ്യമായിട്ട് പോവാണ്. സെക്കൻഡ് ഇയർ ക്ലാസ്സിൽ ആദ്യമായിട്ട് പോവാണ്. അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട്. എൻ്റെ കൂടെ ഷിഫുണ്ട്. ഷിഫനെ കാണിക്കാൻ പറ്റുന്ന രൂപത്തിലല്ലാത്തത് കൊണ്ട് വൃത്തിയിൽ കാണിക്കുന്നില്ല. അങ്ങനെയല്ല, ഇപ്പോൾ ഒരുങ്ങിയിട്ടൊന്നുമില്ല. സുഖമില്ല ഷിഫക്ക്, അതുകൊണ്ട്. അപ്പോൾ നമ്മളെ പുതിയ റൂംമേറ്റിനെ കാണിച്ചു തരാം. ആൾ കോളിലാണ്, കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മൾ കോളേജിലേക്ക് പോവാണ്. അപ്പോൾ 2 മാസത്തിന് ശേഷം, അല്ല 1.5 മാസത്തിന് ശേഷം നമ്മൾ വീണ്ടും എല്ലാവരെയും കാണാൻ പോവുകയാണ്. ഞാൻ ഇന്നലെ കണ്ടിരുന്നു, ഷിഫ ഇന്ന് കാണാൻ പോവാണ്. പിന്നെ എല്ലാവരും കണ്ടിട്ടില്ല, അങ്ങനെ കുറച്ച് ആൾക്കാർ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ഇതിൽ 3 കാണുന്നില്ലല്ലോ ഗൈസ്, 3 കാണുന്നില്ല. നമ്മളെന്തായാലും സെക്കൻഡ് ഇയറിലെ ക്ലാസ്സിലേക്ക് വലുതുകാലം വെച്ച് കയറാൻ പോവുകയാണ്. ഷിഫ വരൂ, കാര്യം കാണിച്ചാൽ പറ്റുമോ? വലുതുകാലം വെച്ച് കയറി ഷിഫ. സ്മെല്ലൊക്കെ ഗൈസ്, എങ്ങനെയുണ്ടായിരുന്നു 2 മാസം വെക്കേഷൻ? എന്നെ മിസ് ചെയ്തോ? സീരിയസ് ആയിട്ട് മിസ് ചെയ്തു? ഞാൻ 2 ദിവസം വരാതിരുന്നല്ലോ, അപ്പം മിസ് ചെയ്തോ? അതിന് മുമ്പേ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് പ്രത്യേക പോലെ മിസ്സിങ്ങിന്റെ ആവശ്യമുണ്ടോ? മിസ്സിങ്ങിന് ഒരു അപമാനമല്ലേ? സാന്ദ്ര എന്നെ മിസ് ചെയ്തു. ആ ചിരിയിലുണ്ട് മിസ് ചെയ്തു. മിസ് ചെയ്തോ? ആ ഭയങ്കര മിസ്സിങ്. കോളേജിലേക്ക് വന്നീനോ? എന്തൊരു കാര്യമാണല്ലോ. അന്ന് മിസ് ചെയ്തോ? ഇല്ല, സത്യം പറഞ്ഞേ. ഞാൻ വീട്ടിലിരുന്നപ്പോ എനിക്ക് ഒരു സ്വസ്ഥതയും തരാതെ മിനിറ്റിന് ക്ലാസ്സിൽ വീഡിയോ കോൾ വിളിച്ച് എല്ലാവരും കാണിച്ചിരുന്നു. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഉറങ്ങി നീക്കുക, അങ്ങനത്തെ രൂപത്തിലൊക്കെ ഉണ്ടാവുക. എന്നിട്ട് ഓക്കിനെ മിസ് ചെയ്യണില്ല. ആ ടൊമാറ്റോ സോസ് കൊണ്ട് ആരാ എഴുതി വെച്ചത്? ഐ മിസ് യു. അത് ഓഫാക്കിയാൽ 2 പറയും. സെക്കൻഡ് ഇയറിലെ ക്ലാസ്സിൽ ഇരിക്കാണ്. സെക്കൻഡ് ഇയർ ഞങ്ങൾ വെച്ച് നിങ്ങൾ നിൽക്കുകയാണ്. സായുജ് ഉണ്ട് ഇവിടെ. അപ്പോ ഇവരെ കാണിച്ചില്ല. അല്ല, അപ്പൊ നമ്മള് ഇന്നലെ നമുക്ക് ഇവിടെ മികച്ച സർപ്രൈസ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഫാൻ ഇവിടെ എന്നെ കാണാൻ വന്നിരുന്നു. എൻ്റെ ഒരു ഫാൻ ബാസിമിന്റെ അനിയത്തി. ഇവിടെ ഫാനാ. നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്ത് സെൽഫി. അറിയാവുന്ന യൂട്യൂബ് ചാനലുണ്ട് എനിക്ക്. നാളെ ഞാനും ശിവയും ഞങ്ങൾ MDC ക്ലാസ് പോലെ വ്ളോഗ് ഇടും. മോളെ നോക്കിയോ? പറയൂ എന്താണ്? എനിക്ക് ആരാധകന്മാർ വരെ, ആരാധികകൾ വരെ. ആരാധകന്മാരോ? ആരാധികകൾ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് വിശ്വസിക്കാൻ. ആരാധകന്മാർ, ആരാധികകൾ. നമുക്ക് 2 പീരീഡ് ക്ലാസ് 5 ആയിരുന്നു. അതെ, ക്ലാസ് ഉണ്ടായിരുന്നു. ഞാനിപ്പോഴും -2 -5 ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ വെറുതെ ഇരിക്കുകയാണ്. ഇനി ആരെങ്കിലും വരുമോ ഇല്ലെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തായാലും ഞങ്ങൾ കുറച്ച് കഥ പറഞ്ഞിട്ട് കാണാം. ഇന്നത്തെ വീഡിയോ കാര്യമായിട്ട് ക്ലാസ്സിലൊന്നും ഉണ്ടാവില്ല. നമ്മൾ പോകണതേ കാര്യം ഉണ്ടാവാം. കാരണം നമ്മൾ ഇന്നലെ വന്ന് ഇന്ന് പോവാണ് നാട്ടിൽ. 2 months നമ്മൾ വീണ്ടും ക്യാൻറ്റീനിലേക്ക് പോവുകയാണ്. ക്യാൻറ്റീൻ മര്യാദക്ക് തുറന്നിട്ടില്ല.
അറ്റൻഡൻസ് എടുത്ത് കഴിഞ്ഞു. അറ്റൻഡൻസ് എടുക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ക്യാമറ ഓണാക്കി കുറച്ച് നേരം മുമ്പ്. അറ്റൻഡൻസ് എടുത്ത് ഞാൻ പറയുന്ന സമയത്ത് ഇവർ ക്യാമറ ഓഫായിക്കാണ്ട് വീഡിയോ എടുത്ത് കാണിച്ചിരിക്കുക. ക്യാമറ ഓഫാക്കിയിട്ട് വീഡിയോ എടുത്ത് നമ്മുടെ ക്യാൻറ്റീൻ 44 പറയാം. 44 പോയിന്റില്ലേ? കുടിച്ചോ ഞാൻ 43 പറയാം. 44 നമ്മളെ പഴയ ക്ലാസ് പൂട്ടിയിട്ടിരിക്കുകയാണ്. കുറേ ഓർമ്മകൾ ഉറങ്ങുന്ന ക്ലാസ്സാണ്. ഇനി നമുക്ക് വാഷ്റൂമൊക്കെ ഒന്ന് സന്ദർശിച്ചിട്ട് വരാം. ഇവിടെയൊക്കെ നിറച്ച് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പണിക്കാരാണ്, ആദ്യ ശബ്ദ മലിനീകരണമൊക്കെയാണ്. കുറേ കാലത്തിന് ശേഷം നമ്മൾ ഇതിൽ കൂടെ നടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ കുറേ ഒഴിഞ്ഞിട്ടുണ്ട്. കുറേ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ. ഇവിടെ എന്താ മാറ്റം എന്നറിയോ? മറ്റേ SFIൻ്റെയും KSUവിൻ്റെ MSFിൻ്റെ ഇതൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ കോളേജ് ഫുൾ ക്ലിയറാണ്. ഇനി ഫസ്റ്റ് ഇയേഴ്സ് വരുമ്പോൾ എല്ലാം വെച്ച് വീണ്ടും. സോ ഗൈസ്, നമ്മളിപ്പോൾ റെയിൽവേക്ക് ബസ് കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുടിയൊക്കെ ആകെ പാറി പറന്നിട്ടുണ്ട് ബസ്സിൻ്റെ കാറ്റുകൊണ്ട്. ഇന്ന് 2 ആക്സിഡൻ്റാണ് ഒഴിവായത്. 2 ബസ്, ഒരു ബൈക്കിനെ, പിന്നെ ബസ് ഒരു സ്കൂട്ടിനെ. എല്ലാം ജസ്റ്റ് മിസ്സായിരുന്നു. ഇപ്പം നമ്മളെന്തായാലും ട്രെയിനിൽ പോകാൻ നിൽക്കണം. അതെ, ആകളൊരു ഉപകാരതാണ് ഗൈസ്. എത്ര മണിക്കൂർ യാത്ര ചെയ്തപ്പോഴത്തേന് നമ്മൾ കറുത്ത് കരി വായിച്ചിട്ടുണ്ട്, ടാൻ ആയിട്ടുണ്ട്. നമ്മൾ ഈ യാത്രയിൽ നമുക്ക് ആകണ്ടായ ഉപകാരം എന്ന് പറയുന്നത് എക്സ്കലേറ്ററിൽ കയറാൻ പറ്റുന്നതാണ്. ലൈവ് കൊടുക്കാണ്. ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ഡേ. കാര്യമായിട്ടൊന്നുമില്ലായിരുന്നു. ഇത്രയൊക്കെയുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.